നമുക്ക് കാണാം അവർ ആ കുട്ടിയെ പേടിപ്പിക്കാൻ നല്ല കൊടൂര പ്രകടനം കാഴ്ചവെക്കുകയാണ്. പക്ഷേ It was at this moment that he knew he fucked up. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ആ കലത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് ഈ തലയിടാൻ ആ കുട്ടിക്ക് സമയം എവിടുന്ന് കിട്ടിയോ എന്തോ. പാവം ബസ് മാറി കയറിയെന്ന് തോന്നുന്നു. ഞാൻ പറയാ, ഇത് മലയാളം അല്ല. ഇതിനേത് ഭാഷ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കും? ഞാൻ പറയാം. സാരേ ജഹാംസെ അച്ഛ, ഈ വണ്ടിക്കകത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല. ഹിന്ദു സിത്ത ഹമാര ഹമാര, ഈ വണ്ടി ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണ്. ഇവിടം വരെ വന്നിട്ട് അത് വിളിച്ചുപോയി. കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് ചേട്ടാ. എനിക്ക് അനുഭവം ഉണ്ടെന്നേ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. എന്തായാലും അവൻ ആ ഷൂ കഴുകാത്തത് കൊണ്ട് ആ എലിക്കെങ്കിലും ഗുണമുണ്ടായി. ഷൂവിന്റെ മണം കാരണം എലിയുടെ മണം കിട്ടിയില്ല. ഫുട്ബോൾ മാച്ച് കണ്ടുവരുന്നവരോട് കളിയെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുകയാണ് ഈ റിപ്പോർട്ടർ. അനസിന്റെ കളി നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമായി കളി. നല്ലൊരു ആവേശകരമായ ഒരു പ്രകടനമായിരുന്നു കളി. അനസ് കളിച്ചിട്ടില്ല, കളിച്ചിട്ടില്ല. ആദ്യ ലെവലിൽ ഇത്തവണ അനസ് എടുത്തോടെ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും പുള്ളി ആ സ്റ്റേഡിയത്തിന്റെ പുറത്ത് കടല വിൽക്കാൻ വല്ലതും വന്നതായിരിക്കും. വെറുതെ അദ്ദേഹത്തോട് ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ. അപ്പൊ എന്തായാലും അടുത്ത ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ഇന്ത്യൻ ടീമിൽ കേരളത്തിൽ നിന്ന് വളരെ മികച്ചൊരു പ്ലെയർ തീർച്ചയായും ഉണ്ടാകും, സഞ്ജു സാംസണെ കൂടാതെ തന്നെ. ഇത് പറയുന്നതോടുകൂടി നമ്മൾ ഇതിൽ വലിയ കമ്മിറ്റ്മെന്റിലേക്കാണ് പോകുന്നത്. തന്റെ ഫുട്ബോൾ സ്കിൽസ് ഒക്കെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ നോക്കുകയാണ് ഇദ്ദേഹം. ഒരു ഫോൺ പോയാൽ എന്താ, സ്കില്ല് കാണിക്കേണ്ടിയും വന്നില്ല, സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു. നിങ്ങൾ ഈ ആമയും മുയലും തമ്മിൽ ഓട്ട മത്സരം വെച്ചതിന്റെ കഥ കേട്ടിട്ടുണ്ടോ? അതിപ്പോ ഞാൻ ഇവിടെ ചോദിക്കാൻ കാരണം എന്താണെന്ന് ഈ ക്ലിപ്പിന്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും.